ഹായ് ഓൾ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും എന്തോ സംഭവം എന്ന്. അതെ, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നെല്ലിക്ക ലേഹ്യമാണ്. ഇതുണ്ടാക്കാനായിട്ട് ഒരു 1/2 കിലോ നെല്ലിക്ക ഞാൻ എടുത്തിട്ടുണ്ട്. നെല്ലിക്കയുടെ ഗുണങ്ങൾ അറിയാത്ത ആരും കാണില്ല. നെല്ലിക്ക എന്ന് പറയുന്നത് ഇറ്റ്സ് റിച്ച് ഇൻ വൈറ്റമിൻ സി ആൻഡ് ആൻറ്റി ഓക്സിഡൻസ് അല്ലേ. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയേക്കുന്നതിനാൽ ഇത് ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യുകയും ഈ വൈറ്റമിൻ സി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗുണങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് കൂടി പറയുവാണേ. അതായത് ഇത് വളരെ നല്ലതാണെന്നും പറഞ്ഞ് അമിതമായിട്ട് കഴിക്കരുത് കേട്ടോ. കഴിച്ചു കഴിഞ്ഞാൽ അത് നെഞ്ചിരച്ചിലും കോൺസ്റ്റിപ്പേഷനും ഒക്കെ ഉണ്ടാക്കുക. പിന്നെ എടുത്തത് 1/2 കിലോ ഈന്തപ്പഴമാണ്. ഈന്തപ്പഴം എന്ന് പറഞ്ഞാൽ നമ്മൾ ദിവസവും കഴിച്ചാൽ നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള എനർജി കിട്ടുകയും ചെയ്യും. ഇത് നമ്മുടെ ഡൈജഷനെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലിൻ്റെയൊക്കെ അതായത് ബോൺസിൻ്റെയൊക്കെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. പിന്നെ നമ്മുടെ ഹാർട്ട് ഹെൽത്ത്, അതായത് ഇത് പൊട്ടാസ്യവും അയണും എല്ലാം റിച്ച് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമ്മുടെ ഹാർട്ട് ഹെൽത്തും ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ എടുത്തത് ഒരു 200 ഗ്രാമോളം ഉണക്കമുന്തിരിയാണ്. അത് കറുത്ത മുന്തിരി കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. എനിക്ക് പക്ഷെ അത് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഈ മിക്സഡ് ആയിട്ടുള്ളതാണ് എടുത്തത്. ഉണക്കമുന്തിരി എന്ന് പറയുമ്പം അത് റിച്ച് ഇൻ അയൺ ആണ്. അയൺ ഉള്ളത് കൊണ്ട് തന്നെ അനീമിയ, അതായത് വിളർച്ച തടയാൻ സഹായിക്കും. ആദ്യം തന്നെ ഞാൻ ആ നെല്ലിക്കയെല്ലാം ഒന്ന് അപ്പച്ചെമ്പി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ടേ. ഇങ്ങനെ ആവി കയറ്റുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് അത് മുറിച്ചെടുക്കാനും അതോടൊപ്പം തന്നെ പിന്നെ അരച്ചെല്ലാം എടുക്കുമ്പോൾ നന്നായിട്ടത് അരഞ്ഞെല്ലാം കിട്ടുകയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കുറേ ശേഷം അവിടെ ഇവിടെ എല്ലാം കിടക്കുമല്ലോ. അപ്പോൾ ഒരു മിക്സിയുടെ ചാറിലോട്ടെല്ലാം ഇട്ട് നന്നായിട്ട് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പം കുറേശ്ശെ വിട്ട് വേണമെങ്കിലും നമുക്ക് അരച്ചെടുക്കാം. ഇപ്പം നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അധികം തരിയൊന്നും അതിനകത്ത് ഇല്ല കേട്ടോ. ഈ ഉണക്കമുന്തിരിയും ഡേറ്റ്സും ഞാനൊന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ആ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുത്ത്. സോക്ക് ചെയ്തത് വെള്ളത്തിനകത്തല്ല, പകരം നമ്മൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കരിപ്പട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ജ്യൂസിലിട്ടാണ് സോക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് തന്നെ പറയാം, ഇതെടുക്കുമ്പോഴും നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. ഉരുളി ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാവേ. പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി വലിപ്പമുള്ളൊരു പാനാണ് എടുത്തത്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഈ പേസ്റ്റായിട്ട് അരച്ച് വെച്ചാൽ നമ്മുടെ നെല്ലിക്കയുടെ പേസ്റ്റും ഈന്തപ്പഴത്തിൻ്റെ എല്ലാം പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് ചെറിയ ചൂടായിട്ട് തന്നെ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇച്ചിരി ലെങ്തി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്, കുറച്ച് ക്ഷമ വേണം. പക്ഷേ നമ്മൾ കുറച്ച് മെനക്കെട്ടാൽ എന്താ നല്ലൊരു റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത്രയും ഗുണമുള്ളൊരു സാധനമാണല്ലേ. പിന്നെ നമ്മൾ ഓൾറെഡി ഡൈല്യൂട്ടെല്ലാം ചെയ്ത് വെച്ചിരുന്ന കരിപ്പെട്ടി നന്നായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് വെച്ച് എന്നിട്ട് അതിനകത്ത് ഒന്ന് അരിച്ചെടുക്കണം. അതിനകത്ത് കുറച്ച് അഴുക്കൊക്കെ കാണുമല്ലോ എന്തായാലും. അപ്പോൾ ആ അഴുക്കെല്ലാം പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെല്ലാം എടുത്തിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. പിന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന കൂട്ടുള്ള സംഭവങ്ങളൊക്കെ വരും കേട്ടോ. പൊട്ടിത്തെറിക്കുന്നത് കണ്ടോ? ഇത് ഭയങ്കര ഡേഞ്ചറാണ്. അതായത് നമുക്ക് പൊള്ളലേൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ നമ്മുടെ കൈയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയെങ്കിൽ അത്രയും അങ്ങോട്ട് വരത്തില്ല. പിന്നെ നമ്മൾ കുറച്ച് നെയ്യൊക്കെ ഇടയ്ക്ക് ആഡ് ചെയ്യാവേ. ഈ ലേഹ്യത്തിന് നല്ലൊരു സ്മെല്ലൊക്കെ വേണ്ടേ? ആ ഒരു സ്മെല്ല് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തത് കുറച്ച് ഗ്രാമ്പു, കുറച്ച് നല്ല ജീരകം, പിന്നെ കുറച്ച് ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ചുക്കൻ്റെ ഈ കുഞ്ഞ് കഷ്ണമുള്ളായിരുന്നു, ഞാൻ അത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. പിന്നെ 2 കുഞ്ഞ് കറുവപ്പട്ട, പിന്നെ കുറച്ച് അയമോദകം, ഇത്രയാണ് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾ കേട്ട് കാണുമല്ലോ അത് ആ പൊട്ടിത്തെറിയുടെ സൗണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല ഇച്ചിരി ഡേഞ്ചറാണെന്ന്. പക്ഷേ എനിക്ക് എൻ്റെ ഈ മസാല ഒന്ന് പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനതൊന്ന് വറക്കാൻ ഇച്ചിരി പേടിച്ചിട്ട് തന്നെ എൻ്റെ അടുത്തോട്ട് പോയത് കേട്ടോ. പക്ഷേ ഇത് കണ്ടിന്യൂസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. പക്ഷേ ഒന്ന് സൂക്ഷിക്കണം, അത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇത് ഇച്ചിരി ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്, അതുപോലെ തന്നെ ലെങ്തി പ്രോസസ്സാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇല്ലെങ്കിൽ എന്താ അത് പൊട്ടിത്തെറിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ ആ തെറിച്ച് വീഴുന്നതെല്ലാം അന്നേരം തന്നെ ഞാനത് ക്ലീൻ ചെയ്ത് മാറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇരട്ടിപ്പണിയല്ലേ. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ ഒരു മസാലക്കൂട്ടുണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുത്തേ. അത് നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, അത് നമ്മുടെ ഇഷ്ടം പോലെ. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം അതിൻ്റെ ടേസ്റ്റ് ഇതായി പോകത്തില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് എടുക്കണം. എന്തായാലും നമ്മൾ നന്നായിട്ട് ഇളക്കുന്നുണ്ട്, അപ്പോൾ എല്ലായിടും പറ്റിക്കോളും. നമ്മൾ കടകളിൽ നിന്നൊക്കെ ഈ ലേഹ്യം മേടിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം അതിനകത്ത് പ്രിസർവേറ്റീവ്സ് എന്തോ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്കത് 100% ഷുവറാണ്, അതിനകത്ത് ഒരു പ്രിസർവേറ്റീവ്സോ ഒന്നുമില്ല, ഹെൽത്തി ആണെന്നുള്ളത്. ആയുർവേദത്തിൽ തന്നെ ഒരു അത്ഭുത മരുന്നെന്ന് നമുക്ക് ഈ നെല്ലിക്ക ലേഹ്യത്തെ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, അതിൻ്റെ വൈറ്റമിൻ സിയും ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ടും എല്ലാം ആക്റ്റീവ്.
പിന്നെ മെയിനായിട്ടൊരു വേറൊരു കാര്യമുണ്ട്, നമുക്കെല്ലാം സ്ത്രീകൾക്ക് സന്തോഷം തരുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സ്കിന്നിനെ നല്ലതായിട്ട് ഗ്ലോ ചെയ്യിപ്പിക്കും കേട്ടോ. കാരണം അതിനകത്ത് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ആ ഒരു ചുളിവോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കാരണം ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻസ് ആണ് നെല്ലിക്ക എന്ന് പറയുന്നത് തന്നെ. ആൻറ്റി ഓക്സിഡൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ അത് സ്കിന്നിനെ മെയിനായിട്ട് അത് നല്ലതായിട്ട് വെക്കും. അപ്പം നല്ല ഗ്ലോ കിട്ടുകയും നല്ലൊരു ബ്ലഷ് ഇട്ടതുപോലെയൊക്കെ ആകും നമ്മുടെ സ്കിൻ ഇത് സ്ഥിരം കഴിച്ചാൽ കേട്ടോ. പിന്നെ ഇടയ്ക്കായിട്ട് ഞാൻ കുറച്ച് നെയ്യും ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്. നെയ്യ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ മേളിൽ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, എല്ലാവരും പോയി ഒന്ന് കാണണേ. നെയ്യ് ചേർത്ത് കഴിയുമ്പോഴും നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇച്ചിരി കൂടെ കൂടുതൽ ടൈം അത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത ഗുണമെന്ന് പറഞ്ഞാൽ ഇത് ഡയബറ്റിക് പേഷ്യൻസിനും കഴിക്കാം. പക്ഷേ അധികം കഴിക്കരുത്, ജസ്റ്റ് ഒരു സ്പൂൺ വീതമേ കഴിക്കാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ലേഹ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്, അതായത് ഗ്ലൂക്കോസിൻ്റെ ലെവലിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ സഹായിക്കുന്നുണ്ട്. അപ്പം നമുക്ക് പ്രശ്നമൊന്നുമില്ല. അതായത് ഇപ്പം നമ്മൾ ഓർക്കോ ഇത് മധുരമൊക്കെ ചേർന്നയാണല്ലോ, പക്ഷേ അത് സ്മോൾ ഇൻ ക്വാണ്ടിറ്റി, അതായത് സ്മോൾ എമൗണ്ടിൽ നമ്മളത് കഴിച്ചാൽ ഡയബറ്റീസ് ആയിട്ടുള്ള ആൾക്കാർക്കും പ്രശ്നമില്ല, അവർക്കും ഇതെല്ലാം ഓക്കെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ കൂട്ട് മുടി കൊഴിച്ചിലെല്ലാം നിർത്തുമെന്ന് പറഞ്ഞില്ലായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ താരൻ കൺട്രോൾ ചെയ്യാനും, അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഈ അകാല നര, അതായത് പെട്ടെന്ന് തല നരയ്ക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നിർത്താനും അതായത് കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഈ നെല്ലിക്ക ലേഹ്യം ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഡൈജഷനെയും ഇമ്പ്രൂവ് ചെയ്യും ഈ നെല്ലിക്ക ലേഹ്യം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അസിഡിറ്റി പ്രോബ്ലംസ് ഉള്ളവർ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നെല്ലിക്ക എന്ന് പറയുന്നത് ഇച്ചിരി അസിഡിക് ആയിട്ടുള്ള സംഭവമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അസിഡിക് പ്രോബ്ലംസ് ഉള്ളവർ കഴിച്ചാൽ അത് അവരുടെ ഗട്ട് ഹെൽത്തിനെയൊക്കെ അഫക്റ്റ് ചെയ്യും. സോ ആ അസുഖമുള്ളവരൊക്കെ കഴിവതും അവോയ്ഡ് ചെയ്യുകയാണ് നല്ലത്. അപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ അത് ഭയങ്കര ലിക്വിഡായിരുന്നു, ഇപ്പം നല്ല ഇച്ചിരി കൂടെ നന്നായിട്ടെല്ലാം കുറുകി വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോഴേ മനസ്സിലാകും അത് പാകമായോ എന്ന്. അത് കുറച്ചുകൂടി ഇങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു ടൈപ്പ് ആകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാം ഇത് റെഡി ആകുന്നുണ്ടെന്ന്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തെ ഞങ്ങളുടെ വീട്ടിലെ അമ്മയൊക്കെ ഇത് ഉണ്ടാക്കി തരുമായിരുന്നേ. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഒത്തിരി സാധനങ്ങളെല്ലാം മേടിച്ച്, മരുന്നുകളെല്ലാം മേടിച്ച് പൊടിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു. പല ടൈപ്പ് ലേഹ്യമായിരുന്നു ഉണ്ടാക്കുന്നത്. നെല്ലിക്ക മാത്രമല്ല വേറെ ടൈപ്പും ഉണ്ടല്ലോ. അങ്ങനെ ഈ അശോകപ്പൂവൊക്കെ ഇട്ടും അങ്ങനെ പല ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു നൊസ്റ്റാൾജി എന്നൊക്കെ പറയത്തില്ല, അതൊക്കെ സംഭവങ്ങളൊക്കെ തോന്നും. ഇങ്ങനെയുള്ള ലേഹ്യങ്ങളൊക്കെ കൂടുതലും ഈ തണുപ്പ് കാലത്താണ് കഴിക്കേണ്ടത്. എന്താന്ന് പറഞ്ഞാൽ ആ സമയത്തായിരിക്കുമല്ലോ നമുക്ക് കൂടുതൽ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഇത് ഇമ്മ്യൂണിറ്റി എല്ലാം എൻഹാൻസ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ആ സമയത്തൊക്കെ യൂസ് ചെയ്യാം. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കേണ്ട സമയം അതൊരു രാവിലെ ഇച്ചിരി നേരത്തെ കഴിക്കുന്നതായിരിക്കും നല്ലത്. ഒരു 6 മണിക്കോ 7 മണിക്കോ ഉള്ളിലൊക്കെ കഴിക്കാം. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു അരമണിക്കൂർ മുമ്പൊക്കെ തന്നെ ഇത് കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം കുറച്ചുകൂടെ അത് നമ്മുടെ അബ്സോർഷനെ എൻഹാൻസ് ചെയ്യിപ്പിക്കും. അപ്പോൾ നമ്മുടെ നെല്ലിക്ക ലേഹ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് ആ പാനിൽ നിന്നുള്ള വിട്ട് വരുന്ന ഒരു കൺസിസ്റ്റൻസി ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് തണുക്കാനെല്ലാം വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. തണുത്തെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു വെള്ളം നനവൊന്നും ഇല്ലാത്ത ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്താക്കി നമുക്ക് അടച്ചു വെച്ചേക്കാം. അതേപോലെ തന്നെ ആവശ്യാനുസരണം എടുത്ത് ദിവസവും ഓരോ സ്പൂൺ വീതം കഴിക്കുക കേട്ടോ. കഴിവതും രാത്രി കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യണം കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 21-30 ദിവസം വരെ നമുക്കിത് കണ്ടിന്യൂസ് കഴിക്കാം. അത് കഴിഞ്ഞ് ഒരു ബ്രേക്ക് എടുക്കണം. പിന്നെ കുറച്ച് നാളത്തേക്ക് കഴിക്കണ്ട. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ആവശ്യാനുസരണം ഉണ്ടാക്കിയെല്ലാം കഴിക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും ഇത് ഭയങ്കര ഹെൽത്തിയും ന്യൂട്രീഷ്യസും ആയിട്ടുള്ള ഒരു സംഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.